ജനിച്ച് വളർന്ന വീട്ടിൽ നിന്ന് ഇനി കുറച്ച് നാൾ വേറെ വീട്ടിലേക്ക്. അപ്പോൾ ഞങ്ങൾ വീടൊക്കെ മാറിയല്ലോ. ഞങ്ങൾ റീലൊക്കെ ഇട്ടിരുന്നു പാല് കാച്ചുന്ന. അപ്പോൾ പിറ്റേ ദിവസം ചായ വെച്ച് തുടങ്ങാമെന്ന് വിചാരിച്ചു. അപ്പോൾ ചായ വെച്ചിട്ടുണ്ട് കേട്ടോ. പാല് വെച്ചു, പഞ്ചസാര ഇട്ട് കൊടുത്തു. അതിന് ശേഷം ചായപ്പൊടിയും കൂട്ടി ഒരു തിളച്ച് വന്നപ്പോൾ ഒന്ന് ഓഫ് ചെയ്തു കേട്ടോ. ഇവിടെ വലിയ കടുപ്പമൊന്നും ആവശ്യമില്ല, കാരണം എന്നാലും ഉണ്ട് കടുപ്പം. ആ രീതിയിലൊന്ന് ചായയൊക്കെ സെറ്റായി ചായ ഒന്ന് ഇളക്കി കൊടുത്തപ്പോൾ ചായ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അതിന് ശേഷം അപ്പോഴത്തേക്കും ചായ ഒക്കെ തിളച്ച് വരുമ്പോഴത്തേക്കും അമ്മ എനിക്ക് പല്ലേച്ചൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പം ഞാൻ ഉദ്ദേശിക്കുന്നൊരു ചെറിയൊരു ഡേ ഇൻ മൈ ലൈഫ് എടുക്കാമെന്ന് വെച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ ചായ ഊറ്റി എടുത്തിട്ടുണ്ട്, കാരണം ഇന്ന് അധികം കുക്കിംഗ് പരിപാടിയൊന്നും വീട്ടിലില്ല, കല്യാണം ഉണ്ട്, അപ്പം അതിന് പോകണം. അങ്ങനെയൊക്കെ ചെറിയ ചെറിയ കാര്യങ്ങളുള്ള കാരണം വല്ലാണ്ടൊന്നും ഇല്ല കേട്ടോ, വീഡിയോസ് എടുക്കാനൊന്നുമില്ല. അപ്പോൾ ചായ ഒക്കെ ഒഴിച്ചിട്ടുണ്ട് കേട്ടോ. ചായ ഒഴിച്ച് ഞങ്ങൾ ചിപ്സ് വാങ്ങിയിരുന്നു. അപ്പോൾ ചിപ്സും കഴിച്ച് ഇങ്ങനെ ഇരിക്കുകയാണ്. മമ്മ ചിപ്സ് മാത്രം കൂടുതലും കഴിച്ചിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ ഞങ്ങൾ ചായയൊക്കെ കുടിച്ച് കഴിഞ്ഞു. അപ്പോൾ ഇതാണ് കേട്ടോ ഞങ്ങൾ താമസിക്കാൻ പോണ വാടക വീട്. അപ്പോൾ അവിടെ കുറച്ച് പണികളുണ്ടല്ലോ, സാധനങ്ങളൊക്കെ കൊണ്ടുവച്ച് പിന്നെ അടിക്കലും തുടയ്ക്കലും കാര്യങ്ങളൊക്കെയാണ്. അതേപോലെ തന്നെ ഞങ്ങളെ വീട്ടിലും അതേപോലെ പണികളും ഉണ്ട്. ഞങ്ങൾ അവിടെ നിന്ന് ഒഴിഞ്ഞു കൊടുത്തിട്ടില്ല കേട്ടോ. അപ്പോൾ അവിടെ ഇങ്ങനെ പണികളുണ്ട്. ഈ വീട്ടിൽ ചെറുതായി അവിടെ ഇവിടെ ഒക്കെ സെറ്റ് ചെയ്ത് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇങ്ങനെ ഓരോന്ന് സെറ്റ് ചെയ്ത് വരുന്നത് തുടയ്ക്കാൻ വേണ്ടി പോയപ്പോൾ ഉമ്മച്ചിയുടെ ഹോം ഷോപ്പിൽ നിന്ന് ഞങ്ങളിതേ ഫ്ലോർ ക്ലീനറൊക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ. അടിപൊളി സ്മെല്ലാണ് ഇതിന്. വീട് തുടച്ചിട്ടും പിന്നെ കുറേ രാത്രി വരെ അതിൻ്റെ സ്മെല്ലൊക്കെ അവിടെ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ മുറ്റൊക്കെ അടിച്ചു, അവിടെ മുറ്റടിച്ചതിന് ശേഷം ചായ കുടിച്ചു കേട്ടോ. ചായക്ക് അപ്പോൾ ചായ കുടിക്കാൻ വേണ്ടിയിരുന്നത് ദോശയും സാമ്പാറും ചട്നിയൊക്കെ ആണ് കേട്ടോ. അപ്പം അമ്മൂനൊന്നും ഉമ്മച്ചി വാരി കൊടുക്കുകയും ചെയ്ത് അവൻ കഴിക്കില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അടിപൊളി ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ കഴിച്ച് ഇങ്ങനെ ഇരിക്കുന്നതിന് ശേഷം ഒരു 10 മണി 11 മണിയായപ്പോൾ ഞങ്ങൾക്ക് കല്യാണം ഉണ്ടെന്ന് പറഞ്ഞല്ലോ, അവിടേക്ക് പോകാൻ പോയി. ഗ്രേസ് ഇൻ്റർനാഷണലായിരുന്നു കേട്ടോ അവിടെ പരിപാടി. അതിന് ശേഷം അവിടെ നിന്ന് നേരെ ഫുഡ് അടിക്കാൻ പോയിട്ടോ. ബിരിയാണിയും ചിക്കൻ ബിരിയാണിയും ഒക്കെ ആയിരുന്നു അവിടെ. അത് കഴിഞ്ഞ് പിന്നെയും പണി തുടങ്ങി. ഞങ്ങൾ താമസിച്ചിരുന്ന വീട്ടിൽ ക്ലീനിങ് അധികം അങ്ങോട്ട് ഫുള്ളായി കഴിഞ്ഞിട്ടുണ്ടായില്ല. അതൊക്കെ കഴിഞ്ഞ് പിന്നെയും ചായ കുടിക്കാൻ നേരമായി. അപ്പോൾ ചായ കുടിക്കാൻ പയ്യോലി മിച്ചറും ചായയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടോ, കട്ടൻ ചായ ഉണ്ടാക്കിയിട്ടുണ്ട്. മമ്മ മിച്ചറും നിന്നിരിക്കുന്നുണ്ട്, ഇങ്ങനെ യോഗ പറയുന്നുണ്ട് കേട്ടോ. അതിന് ശേഷം മിച്ചർ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ വീടൊക്കെ ചെറുതായി സെറ്റ് ചെയ്ത് തുടങ്ങിയിട്ടുണ്ടോ. മമ്മൂൻ്റെ ടോയ്സും പിന്നെ സമ്മാനങ്ങളൊക്കെ ചെയ്തു. ബൈ എടുത്തിട്ട്